വനിതാ ദിനത്തോടനുബന്ധിച്ച് 24-ഉം ഫ്ലവേഴ്സും സംഘടിപ്പിക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റൺ ഇന്ന് കൊച്ചിയിൽ. വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പ്രമുഖർ റണ്ണിന്റെ ഭാഗമാകും. പെൺകരുത്തിന്റെ പ്രാധാന്യവും സ്ത്രീ സമത്വബോധവും ഊട്ടിയുറപ്പിക്കാനും വനിതകളുടെ സാമൂഹ്യ തുല്യതയ്ക്ക് ഊർജം പകരാനും ലോകമെമ്പാടും സംഘടിപ്പിക്കുന്ന അവബോധയജ്ഞത്തിൽ ഫ്ലവേഴ്സും 24-ഉം പങ്കുചേരുകയാണ്. ഇന്ന് നടക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റൺ ചരിത്രത്തിന്റെ ഭാഗമാകും. രാത്രി 9-ന് കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടൻ ജയസൂര്യ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും. നമ്മളിത് 2023 തുടങ്ങിയത്, 3 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. സ്ത്രീ ശാക്തീകരണം, അതുപോലെ തന്നെ ഒരു തുല്യനീതി ഇതൊക്കെ ഉറപ്പുവരുത്താനും, അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ അറിയാലോ, മദ്യം, മയക്കുമരുന്ന്, അതിനപ്പുറത്ത് കൂട്ടക്കൊലകൾ, അപ്പോൾ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ തന്നെയാണ് അതൊക്കെ നിലയ്ക്ക് നിർത്താൻ മുന്നിട്ടിറങ്ങേണ്ടത്. ഇതൊരു സന്ദേശമാണ് ഫ്ലവേഴ്സും 24-ഉം. ഇങ്ങനെയുള്ള ഒരു വനിതാ ശാക്തീകരണം അല്ലെങ്കിൽ ഒരു മുന്നേറ്റ ഒരു റൺ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദർബാർ ഹാൾ മുതൽ 5 കിലോമീറ്റർ ദൂരത്തിലാണ് പിങ്ക് മിഡ് നൈറ്റ് റൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കും 30 വയസ്സിന് മുകളിലുള്ളവർക്കുമായി 2 കാറ്റഗറികളിലാണ് മിഡ് നൈറ്റ് റൺ ഒരുക്കിയിരിക്കുന്നത്. ആകർഷകമായ സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. പിങ്ക് മിഡ് നൈറ്റ് റണ്ണിലൂടെ 2500-ലധികം വനിതകൾ ഓടിക്കയറുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് കൂടിയാണ്. കൊച്ചിയിൽ നിന്ന് AS അഭിജിത്തിനൊപ്പം അശ്വിൻ പാലാഴി, 24. കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്ന് ശ്രീകാന്ത് തത്സമയം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇത് നമ്മുടെ 3ാമത്തെ പിങ്ക് മിഡ് നൈറ്റ് റണ്ണാണ്. ഇത്തവണത്തെ പ്രത്യേകതകൾ, പുതുമകളൊക്കെ എന്തൊക്കെയാണ്? ചരിത്രം കുറിക്കാൻ നമ്മൾ വീണ്ടും ഒരുങ്ങുകയാണല്ലോ. അനുജാതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പിങ്ക് മിഡ് നൈറ്റ് റൺ രാത്രി 9 മണിക്ക് നടക്കുന്ന കൊച്ചിയിലെ ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ്. നമ്മുടെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ നേരത്തെ ഇവിടെ എത്തി ഇതിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതേ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. രാത്രി ഏതാണ്ട് 9 മണിയാകുമ്പോൾ 8:30-ക്ക് തന്നെ നമ്മുടെ പരിപാടി തുടങ്ങും. 9 മണിക്കാണ് അതിൻ്റെ ഫ്ലാഗ് ഓഫ് അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 3ാമത്തെ പിങ്ക് മിഡ് നൈറ്റ് മാരത്തണാണ് നടക്കാൻ പോകുന്നത്. പെൺകരുത്തിൻ്റെ പ്രാധാന്യവും സ്ത്രീ സമത്വ അവബോധവും ആവർത്തിച്ചുറപ്പിക്കാനും വനിതകളുടെ സാമൂഹിക തുല്യതയ്ക്ക് ഊർജം പകരാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് നമ്മുടെ ഈ പിങ്ക് മിഡ് നൈറ്റ് മാരത്തൺ. ഫ്ലവേഴ്സും 24-ഉം സംയുക്തമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നടക്കുന്ന ഈ പിങ്ക് മിഡ് നൈറ്റ് റൺ ചരിത്രത്തിൻ്റെ ഭാഗമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അങ്ങനെ ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നമ്മുടെ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. നല്ല വെയിലുണ്ട്. ദർബാർ ഹാൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്കറിയാം, തുറന്ന് വിശാലമായി കിടക്കുന്ന ഗ്രൗണ്ടാണ്. നല്ല വെയിലുണ്ട്. ഈ വെയിലെത്തും. ഈ വൈകിട്ട് വരുന്ന നമ്മുടെ അതിഥികൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീജനങ്ങളാണ്. അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ ഈ ചരിത്ര സംഭവത്തിൻ്റെ ഭാഗമാകുന്നതിന് എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. രാത്രി 9-ന് കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടൻ ജയസൂര്യ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മങ്ങൾ നിർവഹിക്കും. 5 കിലോമീറ്റർ ദൂരത്തിൽ 2500-ലധികം പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഇതിനോടകം അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കും 30 വയസ്സിന് മുകളിലുള്ളവർക്കുമായി 2 കാറ്റഗറികളിലായാണ് ഈ മിഡ് നൈറ്റ് റൺ ഒരുക്കിയിരിക്കുന്നത്. ആകർഷകമായ സമ്മാനങ്ങൾ ഇതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുമുണ്ട്. ആ കാണുന്ന വേദിയിൽ സൂംബ ഡാൻസ് അടക്കമുള്ളവ നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് വിവിധ കലാപരിപാടികൾ കാണാൻ സാധിക്കും. നമ്മുടെ പ്രധാനപ്പെട്ട അവതാരകർ ഇവിടെ എത്തുന്നുണ്ട്. മറ്റ് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ, കലാമേഖലയിലെ ഒക്കെ തന്നെ പ്രമുഖർ ഇവിടെ എത്തുന്നുണ്ട്. ഒരു വലിയ സംഭവം, ഒരു മെഗാ ഇവന്റ് ആയി മാറാൻ പോകുന്നു നമ്മുടെ പിങ്ക് മിഡ് നൈറ്റ് മാരത്തൺ എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കൃത്യം 9 മണിക്ക് ജയസൂര്യ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോടെ പിങ്ക് മിഡ് നൈറ്റ് റൺ ഇത്തവണത്തേതിന് തുടക്കമാകും. 5 കിലോമീറ്റർ ദൂരമാണ് സ്ത്രീകൾ ഇത്തവണ റണ്ണിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ തവണയും ആ തരത്തിലേക്ക് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്ക് ക്ഷണിക്കുകയാണ്. കൃത്യം 9 മണിക്ക് ഫ്ലാഗ് ഓഫ്. എന്നാൽ 6 മണിയോടെ തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന.